നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഗ്രീൻ പാലസ് ഹെൽത്ത് റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇതാണ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത പുണ്യനദിയായ പമ്പയുടെ കൈവഴിയായ പൂക്കൈത നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിലെ ഗ്രീൻ പാലസ് ഹെൽത്ത് റിസോർട്ട്. ധാരാളം മാങ്ങയും അതുപോലെ തന്നെ റോസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ചാമ്പയ്ക്കയും അതും പലതരത്തിലുള്ളവ, പിന്നെ ചുറ്റിനും മത്സ്യകൃഷി എല്ലാമുള്ള ഒരു റിസോർട്ടാണ് ഗ്രീൻ പാലസ് ഹെൽത്ത് റിസോർട്ട്. റിസോർട്ട് നിൽക്കുന്നത് ഒരു ഐലൻഡിലായതുകൊണ്ട് നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് എത്താൻ സാധിക്കത്തില്ല. ഈ കാണുന്ന നദിയുടെ മറുകരയിലായിട്ട് ഇവർക്ക് ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് ഇവരുടെ ബോട്ടിൽ നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിച്ചേരാം. അല്പസമയത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഇന്നലെ ഞങ്ങൾ 3 മണിയോടുകൂടി ഈ ഒരു റിസോർട്ടിൽ എത്തിച്ചേർന്നു. യാത്രാക്ഷീണം കാരണം കൂടുതൽ വീഡിയോസൊന്നും ഇന്നലെ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. അല്പം ഒന്ന് വിശ്രമിച്ച ശേഷം ഞാൻ റിസോർട്ടൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങി. വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, ഈ റിസോർട്ടിൽ മാങ്ങയും ചാമ്പയ്ക്കയും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതിൽ നിന്നും ചിലത് പറിച്ച് കഴിച്ച് നടന്നപ്പോഴാണ് മാവിൽ ഇങ്ങനെ ഒരു ബോർഡ് തൂങ്ങുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. മോർണിംഗ് വാക്ക്, അതാണ് കവി ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കീരി പുൽത്തകടിയെല്ലാം തോണ്ടി നശിപ്പിക്കുന്നു. എന്നെ കണ്ടിട്ടും അതിന് ഒരു കൂസലുമില്ല. സാധാരണ കീരികൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി മറയുകയാണ് പതിവ്. മറ്റൊരു സൈഡിൽ രാവിലെ തന്നെ അച്ഛൻ തൊഴിഞ്ഞു വീണ മാങ്ങ പറക്കി കൂട്ടുകയാണ്. എന്തിനോ എന്തോ. രാവിലെ നേരത്തെ വിളിച്ചുണർത്തിയതിൻ്റെ പ്രതിഷേധമാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൂടെ ഉള്ളവരിൽ കുറച്ചുപേരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ട് ഞാനും പാറുവും കൂടെ റിസോർട്ടിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട കീരിയില്ലേ, ദേ റിസോർട്ടിന്റെ ചീഫ് ഫിസിഷ്യനും പാർട്ട്ണറുമായ ഡോക്ടർ നിഖിൽ ജിജിയുടെ തോളിലിരിക്കുന്നു. ഒന്നും ചെയ്തില്ല, കടിക്കൊന്നുമില്ല. ഒന്നും ചെയ്യത്തില്ല. ഇല്ല, വെറുതെ ഇങ്ങനെ മണത്ത് നോക്കണം, അത്രേ ഉള്ളൂ. ഒന്നും പിടിമുളക് കൈ ഇങ്ങനെ അത്രേ ഉള്ളൂ. സുഖം പിടിച്ച് കിടന്നു പറഞ്ഞു.
പിടിക്കോ? തൂത്തുകൊണ്ടിരുന്നോ? പിന്നെ ഒന്നും ചെയ്യത്തില്ല. അയ്യോ, പേടിക്കില്ല, അതൊന്നും ചെയ്യൂല. രാവിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയവർ ഉച്ചയായപ്പോൾ തിരിച്ചെത്തി. പിന്നെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു സുഹൃത്തുക്കളെ. നല്ല മാമ്പഴ പുളിശ്ശേരി എല്ലാം കൂട്ടി. അത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൽ ഉണ്ടായ മാമ്പഴത്തിൽ നിന്നും ഉണ്ടാക്കിയ പുളിശ്ശേരി. ഉച്ചയൂണും കഴിഞ്ഞ് അടുത്തത് ചൂണ്ടയിടൽ പരിപാടിയാണ്. റിസോർട്ടിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ ജിതിനാണ് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തന്നത്. അല്ല പിന്നെ എന്നെ കളിയാക്കിട്ട് പോയല്ലേ, ഒന്നും കിട്ടൂല. ഞങ്ങളെപ്പോലെ തന്നെ റിസോർട്ടിൻ്റെ മറ്റൊരു വശത്ത് മറ്റൊരു ഫാമിലിയും ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവർക്കും കിട്ടി നല്ല മുഴുത്ത മീൻ. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ പിടിച്ച മീനുകൾ ഞങ്ങൾക്ക് തന്നെ അവർ ഫ്രൈ ചെയ്തു തന്നു. പക്ഷേ ഭക്ഷണത്തിൻ്റെ ഇടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ കയാക്കിങ്ങിനായി റിസോർട്ടിൻ്റെ ബോട്ട് ജെട്ടിയിലെത്തി. കൂടെ കീരി ചിക്കു. അങ്ങനെ കയാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക്. നല്ല ഒന്നാന്തരം മാംഗോ ജ്യൂസ്. റിസോർട്ടിലെ തന്നെ മാവിലെ മാംഗോ ജ്യൂസാണിത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ദേ കിടക്കുന്നു കീരി ചിക്കു. ഞങ്ങൾ മടങ്ങിപ്പോകുന്നതിൻ്റെ വിഷമത്തിലാണ് പുള്ളിക്കാരത്തി. ഞങ്ങൾ ഇനിയും വരും എന്ന് കീരി ചിക്കുവിന് ഉറപ്പ് നൽകി 11 മണിയോടുകൂടി തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. 2 ദിവസം പോയതറിഞ്ഞില്ല. ചിക്കുവിനും റിസോർട്ടിലെ സ്റ്റാഫിനും നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൂർ പാക്കേജ് റെഡിയാക്കി തന്നത് വെക്കേഷൻ എലമെൻറ്റ്സ് എന്ന ടൂർ കമ്പനിയാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ
അവരെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.